ഹായ് എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു ഒഴിച്ചുകറിയുടെ റെസിപ്പിയാണ്. മുരിങ്ങയ്ക്ക വെച്ചിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള അതേസമയം നല്ല ഈസി ആയിട്ടുള്ള ഒരു ഒഴിച്ചുകറി. അപ്പോൾ നമുക്ക് നമ്മുടെ മുരിങ്ങയ്ക്ക കറി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 ചെറിയ മുരിങ്ങയ്ക്ക ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. മുരിങ്ങയ്ക്കയുടെ സ്കിന്നൊക്കെ കുറച്ചൊന്ന് കളഞ്ഞിട്ടുണ്ട്. വലിയ മുരിങ്ങയ്ക്ക ആണെങ്കിൽ 1 മതിയാകും. കട്ട് ചെയ്ത പീസ് ഒരു 15-18 ഉണ്ടാകും. പിന്നെ ഞാനിവിടെ എടുത്തേക്കുന്നത് ഒരു ചെറിയ സവാള, അതിങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചേക്കുവാണ്. പിന്നെ 1 ഇഞ്ച് വലിപ്പമുള്ള ഇഞ്ചി, അതും ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തേക്കുവാണ്. പിന്നെ കുറച്ച് കറിവേപ്പില. അപ്പോൾ ഇത്രയും സാധനങ്ങൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് സാധനം കൂടി വേണം, അത് ഞാൻ കുക്കിങ്ങിൻ്റെ ഇടയിൽ പറയാം. ഇനി നമുക്കൊരു പാത്രം ചൂടാക്കാൻ വേണ്ടി വെക്കാം. അപ്പോൾ അതാ ഞാനൊരു പാത്രം എടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാത്രം ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. ഒരു നാടൻ റെസിപ്പിയാണല്ലോ. ഈ എണ്ണ ഒന്ന് ചൂടായിട്ട് വന്നോട്ടെ. എണ്ണ ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആദ്യം കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ ചേർക്കുന്നത് നമ്മുടെ ഇഞ്ചി, 1 ഇഞ്ച് വലിപ്പമുള്ള ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്. അടുത്തതായിട്ട് ഒരു ചെറിയ സവാള. ഇനി തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്ക് ഈ സവാള ഒന്ന് വഴറ്റിയെടുക്കണം. സവാളയുടെ കളറൊക്കെ മാറിയിട്ട് ചെറുതായിട്ടൊരു ഗോൾഡൻ കളർ ആക്കണം. അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പം അതാ നോക്കിയാൽ നമ്മുടെ സവാളയൊക്കെ അത്യാവശ്യം നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ചെറുതായിട്ടൊരു ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. ഇത്രയും മതി. ഇനി തീ കുറച്ച് വയ്ക്കുക. നമുക്കിതിലേക്ക് ഇനി കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം നമുക്കൊരു 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടിയാണ്. മുളക് പൊടി ഒരു 3/4 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. ഇത് നിങ്ങളുടെ എരിവിനനുസരിച്ച് മാറ്റം വരുത്തണം. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് മല്ലിപ്പൊടി. മല്ലിപ്പൊടി 1 ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. ചെറിയ തീയിൽ തന്നെ വെക്കണം. പൊടികളൊന്നും കരിഞ്ഞു പോകരുത്. ഇത് 1 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറിക്കോട്ടെ. ഇപ്പോൾ അതാ 1 മിനിറ്റോളം ഒന്ന് ഇളക്കി കൊടുത്തു. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ മുരിങ്ങയ്ക്ക ചേർത്ത് കൊടുക്കാം. ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ അതാ എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ മുരിങ്ങയ്ക്ക വേകാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. മുരിങ്ങയ്ക്ക പെട്ടെന്ന് വെന്ത് കിട്ടും. അത് കാരണം ഒത്തിരി വെള്ളത്തിൻ്റെ ആവശ്യമില്ല. ഞാനിവിടെ 1 കപ്പോളം വെള്ളം ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്യുക. ഇനി നമുക്ക് അടച്ചു വെച്ചിട്ട് നമ്മുടെ മുരിങ്ങയ്ക്ക വേകണ വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. മുരിങ്ങയ്ക്കയൊക്കെ നന്നായിട്ട് സോഫ്റ്റായിട്ട് നന്നായിട്ടൊന്ന് വെന്ത് വരണം. പെട്ടെന്ന് വെന്ത് വരും. അപ്പോൾ ഇതിവിടെ ഇരുന്ന് വേവട്ടെ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഈ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതി. അപ്പോൾ നമ്മുടെ മുരിങ്ങയ്ക്ക വേകണ സമയം കൊണ്ട് നമുക്കൊരു അരപ്പ് തയ്യാറാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ പെരുംജീരകം ചേർത്ത് കൊടുക്കാം. പെരുംജീരകം എന്ന് പറയുന്നത് വലിയ ജീരകമാണ്, ഫെന്നൽ സീഡ്സ്. ഇനി ഇതൊരു മിക്സി ബൗളിലേക്ക് ഇട്ടിട്ട് കുറച്ച് വെള്ളം ചേർത്തിട്ട് നല്ല ഫൈനായിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. തേങ്ങ അരയാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പം ഞാനിത് അരച്ചെടുത്തിട്ട് വരാം. ഞാൻ അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. നല്ല ഫൈനായിട്ട് തന്നെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇതിവിടെ ഇരിക്കട്ടെ. അപ്പോൾ നമ്മൾ പാത്രം അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഇടയ്ക്ക് ഒരു പ്രാവശ്യം ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതാ നമ്മുടെ മുരിങ്ങയ്ക്കൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം. മിക്സി ബൗളിലേക്ക് തന്നെ കുറച്ച് വെള്ളം എടുത്തിട്ട് അത് നമുക്ക് ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ തീ കുറച്ചാണ് വെച്ചേക്കണത്, സിമ്മിലാണ് വെച്ചേക്കണത്.
നമ്മുടെ അരപ്പ് ഒത്തിരി തിളയ്ക്കേണ്ട ആവശ്യമില്ല. ഒരു 2 മിനിറ്റോളം സിമ്മിലൊന്ന് വെച്ചാൽ മതി. 2 മിനിറ്റ് ആകുമ്പോഴേക്കും തേങ്ങയുടെ പച്ചച്ചുവയൊക്കെ മാറി കിട്ടും. ഇതിലൊഴിക്കുന്ന വെള്ളത്തിൻ്റെ അളവ് ഡിപ്പെൻസ് ആണ്. നിങ്ങൾക്ക് എന്തോരം ലൂസായിട്ട് വേണോ അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. എന്ന് വെച്ചാൽ ഒത്തിരി അങ്ങ് ലൂസാക്കണ്ട. ഞാനിപ്പോൾ ഈ ഒരു തിക്നെസ്സിലാണ് എടുത്തേക്കണത്, ഒരു മീഡിയം തിക്നെസ്. ഈ സമയത്ത് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. എനിക്കിവിടെ കുറച്ച് ഉപ്പ് കുറവുണ്ട്, കുറച്ചുകൂടി ചേർത്ത് കൊടുക്കുവാണേ. ഇപ്പം അതാ ഒരു 2 മിനിറ്റോളം ആയിട്ടുണ്ട്. അരപ്പൊക്കെ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്ക് അടുപ്പിൽ നിന്ന് മാറ്റാം. എന്നിട്ട് ഇതിലേക്കൊന്ന് കടുക് വറുത്തിടണം. അത് ചെയ്യാം. കടുക് വറുക്കാൻ വേണ്ടിയിട്ട് പാത്രം വെച്ചിട്ടുണ്ട്. പാത്രം ചൂടാകുമ്പോൾ നമുക്ക് ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് 2 നുള്ള ഉലുവ, 2 വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില. തീ ഓഫ് ചെയ്തു. ഇനി നമുക്ക് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള, വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ മുരിങ്ങയ്ക്ക കറി. നല്ല എളുപ്പമല്ല ഉണ്ടാക്കാൻ, അതേപോലെ നല്ല ടേസ്റ്റിയാണ്. മുരിങ്ങയ്ക്കയുടെ സീസൺ ആണല്ലോ, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അഭിപ്രായങ്ങളൊന്നും അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതേപോലെ തന്നെ ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി പുതിയ റെസിപ്പി ആയിട്ട് വരുന്നവരേക്കും താങ്ക് യു സോ മച്ച്. ബൈ.